ഉറ്റവരെ അവസാനമായൊന്ന് കാണാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് വെഞ്ഞാറമൂടിൽ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ അഫാന്റെ പിതാവ് റഹീം. ഇഖാമ കാലാവധി തീർന്ന് 2.5 വർഷമായി സൗദിയിൽ യാത്രാവിലക്ക് നേരിടുകയാണ് ഇദ്ദേഹം. ഉറ്റവരെ അവസാനമായൊന്ന് കാണാൻ പോലും സാധിക്കാതിരിക്കുകയാണ് റഹീമിന്. ഇഖാമ കാലാവധി തീർന്ന് 2.5 വർഷമായി ഇദ്ദേഹം യാത്രാവിലക്ക് നേരിടുന്നു. അതേസമയം റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സാമൂഹിക സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്. റഹീം നാട്ടിൽ വന്നിട്ട് 7 വർഷമായി. ഇഖാമ കാലാവധി തീർന്നിട്ട് 2.5 വർഷവും. മരിച്ച കുടുംബാംഗങ്ങളെ അവസാനമായി ഒന്ന് കാണണമെങ്കിൽ പോലും നടപടികൾ തീരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി ഇഖാമ പുതുക്കി പിഴയടച്ച് യാത്രാവിലക്ക് നീക്കണം, അല്ലെങ്കിൽ എംബസി വഴി ലേബർ കോടതിയുടെ മുൻപിലെത്തിച്ച് ഡീപ്പോർട്ട് ചെയ്യിക്കണം. എല്ലാത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സാധാരണഗതിയിൽ സമയമെടുക്കും. അതിനു മുൻപേ നാട്ടിലെത്തിക്കാനാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമം. രേഖകൾ ശരിയാക്കാനാണെങ്കിൽ തന്നെ 3 വർഷത്തോളം നീണ്ട അനധികൃത താമസത്തിന് വലിയ പിഴ വരും. ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതീക്ഷ. വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിലെ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. പിന്നീട് ദമാമിലേക്ക് മാറി. ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളുമെല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നായ വലിയൊരു പ്രതിസന്ധിയും. എന്താണ് സംഭവിച്ചതെന്ന് റഹീമിന് ഇപ്പോഴും മനസ്സിലാക്കാനാകുന്നില്ല. ഉറ്റവരെ അവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം മാത്രമാണ് ഈ മനുഷ്യനിനി ബാക്കിയുള്ളത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.